ഞാൻ ആഫ്റ്റർ +2 എനിക്ക് അത്യാവശ്യം ഒരു ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരുന്നു. 1 ഇയറോളം ജർമ്മൻ ലാംഗ്വേജ് ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് B2 ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. എനിക്കതൊരു റോങ് ഡിസിഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റി എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ പേര് ഫേക്കായ ഒരുപാട് കാര്യങ്ങൾ വരുത്തുന്നില്ല. ഞങ്ങൾക്ക് പാർട്ട് ടൈം വെച്ച് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് ബീറ്റ് ചെയ്ത് പോകാൻ നല്ല സുഖം. പിന്നെ ഇയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. നമ്മൾ വീണ്ടും ഒരു നിർത്തി വെച്ചിരുന്ന ഒരു സാധനം വീണ്ടും തുടങ്ങാന്ന് പറയുന്നത് വലിയൊരു കൺഫ്യൂഷൻ ആയിരുന്നു. GNM ചെയ്യുന്നവരുണ്ട്, അവർ പറഞ്ഞു എഴുതി മടുത്തു എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ നമുക്ക് ഷെഡ്യൂൾ വൈസ് ആണ് ക്ലാസ്സസ് വരുന്നത്. ഹായ്, ഞാനിപ്പോൾ ഉള്ളത് ജോർജിയയിലാണ്. ജോർജിയയിൽ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ സ്റ്റുഡൻ്റ് ആയിട്ടുള്ള മാത്യു ആണ്. അവനിപ്പോൾ ഫസ്റ്റ് ഇയർ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. അപ്പം നമുക്ക് മാത്യുയുടെ അടുത്ത് അവൻ്റെ ത്രൂ ഔട്ട് ജേർണി, അവൻ്റെ എക്സ്പീരിയൻസ് കാര്യങ്ങളെല്ലാം ഒന്ന് ചോദിച്ചു നോക്കാം. ഓക്കെ, സോ മാത്യു. ഹായ്, ഞാൻ മാത്യു. ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ BSc നഴ്സിംഗ് പ്രോഗ്രാം ചെയ്യാണ് ഫസ്റ്റ് ഇയർ. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ആഫ്റ്റർ +2 എനിക്ക് അത്യാവശ്യം ഒരു ഇയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഡിപ്ലോമ പ്രോഗ്രാംസ് ആയിരുന്നു ചെയ്തത്, കാരണം കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. സോ അതിനുശേഷം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് നഴ്സിംഗ് എന്നൊരു പ്രോഗ്രാം ചെയ്യണം, നഴ്സിംഗ് ചെയ്യാം എന്നൊരു, കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ BSc നഴ്സിംഗ് ആണല്ലോ ഏറ്റവും ബെറ്റർ ഒരു ഓപ്ഷൻ. അപ്പോൾ നഴ്സിംഗ് പ്രോഗ്രാം ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തപ്പോൾ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരുന്നു, എങ്ങനെ കിട്ടും എന്നൊക്കെ. നാട്ടിൽ ചെയ്യണം എന്നൊരു പ്ലാൻ ഇല്ലായിരുന്നു. അങ്ങനെ ജർമ്മനി ചൂസ് ചെയ്തു. ജർമ്മനി ചൂസ് ചെയ്തിട്ട് ജർമ്മനിയിലേക്ക് കയറണമെങ്കിൽ നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ക്രൈറ്റീരിയ ഉള്ളതുകൊണ്ട് 1 ഇയറോളം ജർമ്മൻ ലാംഗ്വേജ് ട്രൈ ചെയ്തു. പക്ഷേ എനിക്ക് B2 ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല. അതിനുശേഷം വേറെ ഏതെങ്കിലും കൺട്രി കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് അന്വേഷിച്ചപ്പോഴാണ് ജോർജിയനെ കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ജോർജിയനെ കുറിച്ച് അറിഞ്ഞു. ഇവിടെ നമുക്ക് കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും നഴ്സിംഗ് പ്രോഗ്രാം ചെയ്യാം എന്നറിഞ്ഞതിന് ശേഷം ഞാൻ ജോർജിയ ചൂസ് ചെയ്തു. ജോർജിയ ചൂസ് ചെയ്തിട്ട് ഏതാണ് ബെറ്റർ ഒരു ഏജൻസി എന്നന്വേഷിച്ച് ഒരു ഏജൻസിയിൽ കണ്ടു. അവർ സംസാരിച്ചു. അവരെൻ്റെ കയ്യിൽ നിന്ന് ഇനീഷ്യൽ പേയ്മെൻ്റ് ഒക്കെ മേടിച്ചു എന്നല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും ചെയ്തു തന്നില്ല. ഇങ്ങനെ എൻ്റെ ഒരു നല്ലൊരു ടൈം വീണ്ടും പോയി. ഒരു 4-5 മാസത്തോളം വെറുതെ വീണ്ടും പോയി. അതിനുശേഷമാണ് ഞാൻ ESE കുറിച്ച് അറിയുന്നത്. ESE കുറിച്ച് അറിഞ്ഞു. അവരെ കോൺടാക്ട് ചെയ്തു. സ്പോട്ടിൽ തന്നെ അവർ എനിക്ക് റിപ്ലൈ തന്നു. വിത്തിൻ 1 വീക്ക് പോലും ആയില്ല. അതിന് മുമ്പേ തന്നെ എനിക്ക് സഫ മാമാണ് എന്നെ ഹാൻഡിൽ ചെയ്തിരുന്നത്. എനിക്ക് ഓഫർ ലെറ്ററും കാര്യങ്ങളൊക്കെ എടുത്തു തന്നു. അങ്ങനെ ഞാൻ ജോർജിയയിലേക്ക് എത്തി. മാത്യു ഇപ്പോൾ +2 കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൊമേഴ്സ് സ്ട്രീമിലായിരുന്നു. അപ്പം ഈ കൊമേഴ്സ് എടുത്തിട്ട് ഇവിടെ നഴ്സിംഗ് പഠിക്കുമ്പം മാത്യുവിൻ്റെ ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒരു ബുദ്ധിമുട്ടുണ്ടോ? കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് ശരിക്കും എനിക്കിങ്ങോട്ട് വരുന്നതിന് മുമ്പേ നല്ല ടെൻഷനായിരുന്നു, എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ ഇയർ ഗ്യാപ്പ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണല്ലോ. നമ്മൾ വീണ്ടും ഒരു നിർത്തി വെച്ചിരുന്നൊരു സാധനം വീണ്ടും തുടങ്ങുക എന്ന് പറയുന്നത് വലിയൊരു കൺഫ്യൂഷനായിരുന്നു. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വരുന്നേണം വരെ നല്ല ടെൻഷനായിരുന്നു. വന്നു കഴിഞ്ഞു ഇത് തുടങ്ങുന്നത് എങ്ങനെയായിരിക്കും. എനിക്ക് ശരിക്കും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നപ്പോഴും നല്ലൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, മിക്കവാറും ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്ത് പോകേണ്ടി വരും ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയുടെ ഒരു പ്രോഗ്രാം പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും ആ ടെൻഷൻ ആദ്യത്തെ ഒരാഴ്ച ഉണ്ടായിരുന്നു. ആദ്യത്തെ ഒരാഴ്ച കഴിഞ്ഞ് 2ാമത്തെ ആഴ്ചയിലേക്ക് കയറിയപ്പോഴത്തേക്കും ഇവരുടെ ആ ഒരു സ്ട്രക്ചർ എനിക്ക് മനസ്സിലായതും ആ ഒരു ടെൻഷൻ മാറിക്കിട്ടി. നമുക്ക് പഠിക്കാനോ കണ്ടിന്യൂ ചെയ്ത് പോകാനോ യാതൊരു പ്രശ്നങ്ങളും ഇല്ല, സ്മൂത്തായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്ത് പോകാൻ പറ്റാവുന്നേ ഉള്ളൂ എന്നൊരു കാര്യം മനസ്സിലായി. ഓക്കെ മാത്യു, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതുവരെ പഠിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇറ്റ് ഇസ് എൻറ്റയർലി ഡിഫറെന്റ്. അപ്പം ഇവിടുത്തെ ഒരു പാറ്റേൺ എങ്ങനെയാണ്? ഓക്കെ, ഇവിടുത്തെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. നാട്ടിലൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാവിലെ നമ്മൾ ക്ലാസ്സിൽ പോകുന്നു, വൈകുന്നേരം ആകുമ്പോഴത്തേക്കും തിരിച്ചു വരുന്നു, പിന്നെ പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഒരുപാട് അസൈൻമെൻറ്റ് ഇത് എഴുതാനും വർക്കുകളാണെങ്കിലും ഇപ്പോൾ നാട്ടിൽ എനിക്ക് പരിചയമുള്ള ഒരുപാട് പിള്ളേർ GNM ചെയ്യുന്നവരുണ്ട്. അവർ പറഞ്ഞു എഴുതി മടുത്തു എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമില്ല. ഇവിടെ നമുക്ക് ഷെഡ്യൂൾ വൈസ് ആണ് ക്ലാസ്സസ് വരുന്നത്. പെർ ഡേ നമുക്ക് ചിലപ്പോൾ 2 ക്ലാസ്സസേ ഉണ്ടാവുള്ളൂ. ആ 2 ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഒരു 2 hours അത്രയൊക്കെ ഇവിടെ ഉള്ളൂ. പിന്നെ ഈ വീക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നെക്സ്റ്റ് വീക്ക് നമുക്ക് സെമിനാറായിട്ടാണ് വരുന്നത്. സെമിനാറുണ്ട്, ക്വിസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് അധികം കാര്യങ്ങളൊന്നും പഠിക്കാനൊന്നുമില്ല. അതായത് പഠിക്കാനൊരു കംഫർട്ട് സോണാണ് ശരിക്കും ഈ യൂണിവേഴ്സിറ്റി നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെ ഒരു ടെൻഷൻ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. പിന്നെ ഒരു പാർട്ട് ടൈം എടുക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ വന്ന് ആ പാർട്ട് ടൈമിൻ്റെ കൂടെ സ്റ്റഡി ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് അതിന് ഒരു എഫേർട്ട് എടുക്കണം, അതൊരു കാര്യമാണ് നമുക്ക്. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റാവുന്നേ ഉള്ളൂ. ഓക്കെ മാത്യു, ഇപ്പോൾ ജോർജിയയിൽ വന്നിട്ട് ഇപ്പോൾ കുറച്ച് മാസമായി. അപ്പം എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പെൻസിൻ്റെ കേസസ് ഒക്കെ? ഒരു സ്റ്റുഡൻറ്റിന് മീറ്റ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെൻസസ് ആണോ? എങ്ങനെയുണ്ട് ഒരു എക്സ്പെൻസിൻ്റെ കേസിൽ എന്താ മാത്യുവിന് പറയാനുള്ളത്? എക്സ്പെൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും നമ്മൾ ഈ പറയുന്ന പോലെ അല്ലേ, ഇപ്പോൾ കുറേ പേര് ഫേക്കായ ഒരുപാട് കാര്യങ്ങൾ വരുത്തുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം ഞാനൊരു ഏജൻസി പോയിരുന്നു എന്ന കാര്യം പറഞ്ഞപ്പോൾ
അവരെന്നോട് പറഞ്ഞിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ വിത്തിൻ 1 month എനിക്കിവിടെ ഒരു പാർട്ട് ടൈം കിട്ടും, കിട്ടിക്കഴിഞ്ഞാലും എൻ്റെ ഫീസ് കാര്യങ്ങളടക്കം ഇവിടെ അടയ്ക്കാം എന്നൊക്കെ എന്നോട് പറഞ്ഞിരുന്നത്. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ESE വന്നപ്പോഴാണ് അവർ ജെന്യൂനായ ഒരു കാര്യം പറഞ്ഞപ്പോൾ ഓക്കെ അതെനിക്ക് ഏറെക്കുറെ അക്സെപ്റ്റബിൾ ആയിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഒരു റിയാലിറ്റി എനിക്ക് മനസ്സിലായത്. പാർട്ട് ടൈം നമുക്കിവിടെ അവൈലബിൾ ആണ്, പക്ഷേ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശരിക്കും എഫേർട്ട് എടുക്കണം, ശരിക്കും അതിന് വേണ്ടി ഒന്ന് ഇറങ്ങണം. ഇറങ്ങി ആരും ഇവിടെ എടുത്തു വെച്ചിട്ടില്ല. പാർട്ട് ടൈം എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ ആർക്കും പെട്ടെന്ന് കിട്ടുന്ന ഒരു സംഭവമല്ല, പക്ഷേ അവൈലബിൾ ആണ്. നമ്മൾ ശരിക്കും ഇറങ്ങി അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് കിട്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഒരിക്കലും വന്ന പാടെ പാർട്ട് ടൈം കിട്ടില്ല. അപ്പം ഞാനിവിടെ വന്നിട്ട് 3 മാസം കഴിഞ്ഞു, 3 മാസം ശരിക്കും ഞാനിവിടെ വന്നിട്ട് 3 മാസം കഴിഞ്ഞിട്ടാണ് എനിക്ക് പാർട്ട് ടൈം ഒരു ഇൻ്റർവ്യൂ കിട്ടുന്നതും അറ്റൻഡ് ചെയ്യുന്നതും പിന്നെ അതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് പാർട്ട് ടൈം അവൈലബിൾ ആയത് അങ്ങനെയാണ്. അപ്പോൾ ഒരുപാട് പേര് പറയുന്നത് ഇപ്പോൾ ഇവിടെ വന്നാൽ പോലും പാർട്ട് ടൈമിൻ്റെ കാര്യത്തിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. പാർട്ട് ടൈം വെച്ച് കുറേ ഏജൻസീസ് പറയുന്നത് കേട്ടിട്ടുണ്ട്, പാർട്ട് ടൈം വെച്ചിട്ട് ഫീസ് അടയ്ക്കാം കാര്യങ്ങളൊക്കെ. ഒരിക്കലും അല്ല. നമുക്ക് പാർട്ട് ടൈം വെച്ച് ഇവിടുത്തെ ലിവിങ് എക്സ്പെൻസ് ബീറ്റ് ചെയ്ത് പോകാൻ നല്ല സുഖമാണ്. അതായത് നമ്മുടെ റൂമിൻ്റെ റെൻ്റ് അടയ്ക്കാം, പിന്നെ യൂട്ടിലിറ്റി ബില്ല് കാര്യങ്ങളുണ്ട്, പിന്നെ നമുക്ക് വരുന്ന ചിലവുകൾ കാര്യങ്ങളൊക്കെ കൂടെ ഹാൻഡിൽ ചെയ്ത് പോകാം. പിന്നെ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ട്. അധികം ചിലവില്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു എമൗണ്ട് കൂടെ നമുക്ക് സേവ് ചെയ്ത് കൈവെക്കാം. എന്നല്ലാതെ നമുക്ക് വലിയൊരു എമൗണ്ട്, കാരണം നമ്മളിവിടെ വന്നേക്കുന്നത് പഠിക്കാൻ വേണ്ടിയിട്ടാണ്, വേറൊരു കൺട്രിയാണ്, ഇവിടുത്തേതായ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മളിവിടുത്തെ ഒരു ആളാണെന്നുള്ള ഒരു എന്നാ പറയുക സിറ്റിസൺ, അതിൻ്റെ TRC ഒക്കെ കിട്ടിയതിന് ശേഷം മാത്രമേ നമുക്ക് പാർട്ട് ടൈമിലേക്ക് പോവുള്ളൂ. അപ്പോൾ ഇത്ര മാസം നമ്മളിവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ TRC പോലും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ മറ്റ് കുറേ പേര് പറയുന്ന ഫേക്ക് കാര്യങ്ങളിലേക്ക് വീണ് പോവാതിരിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മളും വന്നപ്പോൾ ആദ്യം ഒന്ന് പറ്റിക്കപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല. മീൻസ് ഇപ്പോൾ ആ നാട്ടിൽ നിന്ന് തന്നെ അറിഞ്ഞപ്പോഴത്തേക്ക് ചാടി പോവാന്ന് പറഞ്ഞിട്ടാണ് ആദ്യം ഒരു ഇനീഷ്യൽ പേയ്മെൻറ്റ് പോയി എന്നുള്ള കാര്യം പറഞ്ഞത്. സോ അങ്ങനത്തെ ഒരു അബദ്ധത്തിലേക്ക് പോവാതിരിക്കുക. ശരിക്കും ജെന്യൂനായ ഒരു ട്രസ്റ്റബിൾ ആയ ആരുടെയും അടുത്തേക്ക് പോവുക, ട്രസ്റ്റബിൾ ആയവർ പറയുന്ന കാര്യങ്ങൾ മാത്രം കേൾക്കുക. എന്നിട്ട് ഒരു കൺട്രി സെലക്ട് ചെയ്യുമ്പോഴാണേലും ഇങ്ങോട്ട് വരുന്ന കാര്യത്തിലാണേലും പറ്റിക്കപ്പെടൽ അല്ല ഫേക്കായ ഒരു സ്ഥലത്തേക്ക് പോവാതിരിക്കുക. ഓക്കെ, അപ്പം ഈ എക്സ്പെൻസിന്റെ കേസ് പെർട്ടിക്കുലർലി മാത്യുവിന് ഇവിടെ ഒരു മാസം പെർട്ടിക്കുലർലി എത്ര എക്സ്പെൻസ് വരുന്നുണ്ട് അത് ഡിവൈഡ് ചെയ്ത് പറയുവാണെങ്കിൽ അക്കോമഡേഷൻ, ഫുഡ്, ബേസിക് മറ്റ് എക്സ്പെൻസ് എല്ലാം കൂട്ടുമ്പം നിനക്കൊരു മാസം ഇവിടെ ജീവിച്ചു പോകാൻ എത്ര ചിലവാണ് വരുന്നത്? എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഒരു 4 ഷെയറിംഗ് റൂമിലാണ്, അപ്പാർട്ട്മെൻറ്റിൽ. അവിടെ എനിക്ക് വരുന്നത് ഒരാൾക്ക് $200 അവിടുത്തെ റെൻറ്റ്. പിന്നെ നമുക്കവിടെ യൂട്ടിലിറ്റി ബില്ല് വരുന്നുണ്ട്. സ്പ്ലിറ്റ് ചെയ്ത് വരുമ്പോൾ പെർ ഹെഡ് ഒരാൾക്ക് വരുന്നത് കൂടിപ്പോയാലൊരു 10 to 15 ലാറി അത്രയൊക്കെ വരുള്ളൂ. എങ്ങനെ പോയാലും ഒരു 20,000 അല്ലെങ്കിൽ ഒരു 21,000 രൂപ നാട്ടിൽ ഇന്ത്യൻ റുപ്പി കൂട്ടുകയാണെങ്കിൽ അത്ര എക്സ്പെൻസ് വരുന്നുണ്ട് ഇവിടെ നമുക്ക് ലിവിങ്ങിന്. പിന്നെ നമ്മൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് അത് നമുക്ക് നോർമലി വരുന്നതാണ്. നമുക്കൊരിക്കലും ഇപ്പം ഇന്ന മാസം ഇത്ര തന്നെ വരുള്ളൂ എന്നൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റില്ല, കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. പിന്നെ കുക്കിങ് നമ്മൾ സെൽഫ് കുക്ക് തന്നെയാണ് ചെയ്യുന്നത്. അതിന് ചെറിയ എമൗണ്ട് നമുക്ക് അതും അധികമൊന്നും വരുന്നില്ല. നാട്ടിൽ വരുന്ന ഒരു പൈസ നമ്മൾ വീട്ടിൽ എങ്ങനെയാണോ താമസിക്കുന്നത് അതിന് വരുന്ന ഒരു ഫണ്ടൊക്കെ തന്നെ വരുന്നുള്ളൂ. അതൊക്കെ സുഖമായിട്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു പാർട്ട് ടൈം ഉണ്ടെങ്കിൽ ബീറ്റ് ചെയ്ത് പോകാവുള്ളൂ, അത്രയും വരുന്നുള്ളൂ. ഓക്കെ, സോ മാത്യു ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇയർ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി പറഞ്ഞു അത്യാവശ്യം ഒരു ഗ്യാപ്പ് എടുത്തതിന് ശേഷമാണ് ഇപ്പോൾ ഇവിടെ പഠിക്കാൻ വന്നതെന്ന്. അപ്പോൾ ഇപ്പോഴത്തെ ഇവിടെ എത്തിയ ശേഷം വോട്ട് യു തിങ്ക് ഈ എടുത്ത ഡെസിഷൻ ഫോൾസ് ആണ്, ഒരു റിഗ്രഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? എനിക്ക് വന്ന സമയത്ത് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് മാറി നിൽക്കുകയാണ്, വേറൊരു കൺട്രിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്ക് ശരിക്കും ഒരു റിഗ്രറ്റ് തോന്നി. എടുത്തതൊരു റോങ് ഡിസിഷൻ ആയിരുന്നോ അല്ലെങ്കിൽ ഒരു അബദ്ധം പറ്റിയോ എന്നൊക്കെ ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരിക്കലും അല്ല. കാരണം വന്ന സമയത്ത് നമ്മൾ സാഹചര്യം വ്യത്യാസമാണ്, സമയം വ്യത്യാസമാണ്, ആൾക്കാർ വ്യത്യാസമാണ്, എല്ലാ കാര്യങ്ങളും ടോട്ടലി എല്ലാം വ്യത്യാസമാണ്. ഇപ്പം നമ്മൾ വന്ന് നിൽക്കുകയാണെങ്കിൽ എൻ്റെ റൂമിലുള്ളവരുമായിട്ടും ഞാൻ അത്ര ഒരു കമ്പനി ഒന്നും ആയിട്ടില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം എല്ലാ കാര്യങ്ങളും ഒന്ന് മാറുന്നത് ഒരു ഇത്ര ടൈമിന് ശേഷമാണ്. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു റിഗ്രറ്റില്ല. ഐ എം ടോട്ടലി ഫൈൻ അബൌട്ട് ദിസ് ഡിസിഷൻ. സ്മൂത്തായിട്ട് തന്നെ പോകാൻ വെച്ചിട്ട്. സോ താങ്ക് യു സോ മച്ച് മാത്യു. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ ജോർജിയയിൽ MBBS നഴ്സിംഗ് അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രോഗ്രാം പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് സീനിയേഴ്സ് സ്റ്റുഡൻസ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു തരുന്നതിലപ്പുറം ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിന്റെ കാര്യം നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി വെരി ബെനിഫിഷ്യൽ. റിയൽ എക്സ്പീരിയൻസസ് ആണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങൾക്ക് അഡ്മിഷനുമായി എന്തെങ്കിലും എൻക്വയറീസോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ യു ക്യാൻ കോൺടാക്ട് us. താങ്ക് യു.